ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് വിളമ്പാവുന്ന ഒരു അടിപൊളി കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം ഞാനൊരു പാനിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 20 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനും ഫുഡ് റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചൂടോടെ തന്നെ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. പൊടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ മഷി പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ഒരു കറി എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സവാള നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇതുപോലെ തന്നെ കട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ അതൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സവാള ഇങ്ങനെ അതിലിടയിൽ കിടക്കും. പിന്നെ നല്ല പോലെ വഴറ്റിയെടുക്കും വേണം. അപ്പോൾ ഞാനിത് ഒന്നങ്ങോട്ട് വഴന്ന് വന്നപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മൂടി വെക്കരുത് കേട്ടോ. അപ്പോൾ സവാളയുടെ ആ ഒരു വെന്ത ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഒന്നങ്ങോട്ട് വഴന്ന് വന്ന സമയത്തൊന്ന് മൂടി വെച്ച് കണ്ടോ ഇതുപോലെ സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 വലിയ സ്പൂണാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ല പോലെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ സ്പൂൺ കശ്മീരി മുളക് പൊടി, 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഒക്കെ ചേർക്കാം കേട്ടോ. മസാലപ്പൊടികളൊക്കെ നമ്മുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചൊരു 2-3 മിനിറ്റ് നല്ല പോലെ ഇളക്കി പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത 3/4 കിലോ ചിക്കനാണ് കേട്ടോ ഞാനിതിലേക്ക് എടുക്കുന്നത്. ചിക്കൻ ചേർത്ത് ചിക്കൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലെ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടുന്ന രീതിയിൽ ചിക്കൻ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ ചെറിയ തീയിൽ വെരി ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. കാരണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് വേവിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വരും കേട്ടോ. കണ്ടോ കുറച്ച് സമയമായപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 വേവാവുന്ന സമയത്ത് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടില്ലേ, അണ്ടിപ്പരിപ്പും വറ്റൽമുളകും തക്കാളിയൊക്കെ, ആ ഒരു കൂട്ടൊരു 1/4 വേവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് വെന്തിട്ട് ചേർത്താൽ പിന്നെ നമ്മളിതും കൂടെ ചേർത്തിട്ട് ഇളക്കുമ്പോഴേക്കും ചിക്കനൊക്കെ നല്ലപോലെ ഉടഞ്ഞു പോകും കേട്ടോ. കാരണം ഇത് ചേർത്തിട്ട് നമുക്ക് കുറച്ച് സമയം വെക്കണം. കാരണം ആ തക്കാളി നമ്മൾ പച്ചക്ക് അങ്ങോട്ട് അരച്ചെടുത്തതല്ലേ. അപ്പോൾ തക്കാളിയുടെ ആ ഒരു റോസ്മെല്ല് പോയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം പിന്നീടും വെച്ചിട്ടുണ്ട്. ചിക്കൻ എപ്പോഴും നമ്മൾ ഇതുപോലെ ചെറിയ തീയിലിട്ട് വേവിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ കിട്ടുക. കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അത് മുഴുവനായിട്ട് വെന്ത് വന്ന സമയത്ത് കുറച്ച് മല്ലിയില മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ഗ്രേവിയോട് കൂടെ നല്ലൊരു അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യാം.